ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ തിരുവനന്തപുരം. അതെ ഗൈസ്, അപ്പോൾ രാവിലെ ട്രിവാൻഡ്രം പോവുകയാണ്. ഫോൺ നോക്കിയപ്പോൾ ഇവിടെ മഴ പെയ്ത്. അപ്പോൾ ഗൈസ്, എന്തിനാണമ്മ നമ്മൾ ട്രിവാൻഡ്രം പോണത് പറയൂ? അതും ഇത്ര രാവിലെ തന്നെ? അമ്പലത്തിലേക്കല്ല. അമ്പലത്തിലല്ല, ഇത്ര രാവിലെ തന്നെ നമ്മൾ എവിടെയാ പോകുന്നത്? നീ പറ. അമ്മയെ കൊണ്ട് ചെക്കപ്പിന് പോവുകയാണ്. ആനുവൽ ചെക്കപ്പ് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമായിട്ട്. അപ്പം ഇൻഷുറൻസ് എടുക്കുമ്പോഴത്തേന് വർഷാവർഷം ആനുവൽ ചെക്കപ്പ് ഫ്രീ ആണ്. അപ്പം അമ്മയെ കൊണ്ട് ഇതുവരെയും ചെയ്യിച്ചിട്ടില്ല, അച്ഛനെ കൊണ്ടും ചെയ്യിച്ചിട്ടില്ല. പക്ഷെ അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ വരത്തില്ല. ഞാൻ എത്ര ദിവസം, ഞാൻ ഏതാണ്ട് ഒരു 1.5 മാസം കൊണ്ട് ഇങ്ങനെ ബുക്ക് ചെയ്യണം, രണ്ടുപേരും കൊണ്ടുപോകണം ഇങ്ങനെ ഞാൻ പറയും. അപ്പോഴെല്ലാം അച്ഛൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറി അങ്ങ് പോവുക. അപ്പൊ എന്തായാലും വരാത്ത ആളിനെ ഒരിക്കലും പിടിച്ച് വലിച്ചു കൊണ്ടുപോയി ചെക്കപ്പ് നടത്താനായിട്ട് പറ്റത്തില്ല. ഞാൻ വരുന്നില്ല അച്ഛൻ വരുന്നില്ല പറഞ്ഞിരിക്കാം. അപ്പൊ പിന്നെ അമ്മേനെ കൊണ്ടുപോകാന്ന് വെച്ച് ഞാൻ 2 പേർക്കും ബുക്ക് ചെയ്ത്, 2 പേരുടെ സ്ലോട്ടും ബുക്ക് ചെയ്തിട്ടേക്കോ. പക്ഷെ അച്ഛൻ വന്നില്ല. ഓ അല്ല, 2 വർഷം എങ്ങാണ്ടായടാ ഇത് ഇതുപോലും നോക്കിയിട്ട്. ഷുഗറും കൊളസ്ട്രോളും അങ്ങനെ അതൊന്നും നോട്ടില്ല. ചെക്ക് ചെയ്യൂലല്ലേ? ഒന്നും ചെക്ക് ചെയ്യൂല. ഇന്നെന്തായാലും പോയി ചെറിയൊരു പേടിയുണ്ട്. പിന്നെ ഇത് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. കാരണം വയസ്സൊക്കെ ആയി വരുമ്പോഴത്തേനെ ഇടയ്ക്കൊക്കെ പോയി ഇതുപോലെ വർഷത്തിൽ ഒരു വട്ടമൊക്കെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തുടക്കത്തിലാണെങ്കിൽ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും. ഇത് എല്ലാവർക്കും ഒരു റിമൈൻഡർ ആയിട്ട് ഇരിക്കട്ടെ. വീട്ടിൽ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, അച്ഛനമ്മയൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോവുക. വർഷത്തിലൊക്കെ ഒരു വട്ടമെങ്കിലും കൊണ്ടുപോയി ചെക്ക് ചെയ്യുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് അതിലേറെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എനിക്ക് അന്ന് സർജറി വന്ന സമയത്താണ് ഇതിൻ്റെ വാല്യൂ എന്താണ് എന്ന് മനസ്സിലായത്. അതുവരെ ഞാനും ആലോചിക്കുന്നുണ്ടായില്ല. നമ്മൾ കാറിന് ഇൻഷുറൻസ് എടുക്കും, അത്ര ഉള്ളായിരുന്നു. പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം പൈസ ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് കടം പേടിച്ചിട്ടായാലും ഇൻഷുറൻസ് എടുത്ത് വെക്കാം, ഇല്ലേ? അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിനിടയ്ക്ക് വെച്ച് ഒരു നെഞ്ചില് മുഴ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴൊന്നും അല്ല, അത് അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത്. പക്ഷെ പിന്നൊരു കാര്യം, അത് ടെസ്റ്റിനൊക്കെ പോയായിരുന്നു, അത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് ടെസ്റ്റിനൊക്കെ പോയിട്ട് വന്നിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ അന്ന് ഭാഗ്യം അത് അന്ന് കണ്ട സമയത്ത് എടുത്ത് കളഞ്ഞത്. എനിക്ക് തന്നെ ഒരു ഇതുണ്ട്, വയറ്റിന്റെ അകത്ത് എന്തൊക്കെ ഒരു വേദന. അത് തോന്നതാ, അത് പേടിയൊക്കെ കൂടുമ്പോഴേ സാധാ അങ്ങനെ തോന്നും. അത് കാര്യമില്ല. അപ്പൊ അതാണ് കൈ സംഭവം. നമ്മള് എവിടെ ആയി? വെഞ്ഞാറമൂടായി കേട്ടോ. ഇനിയിപ്പം നേരെ അങ്ങ് എത്തിയിട്ട് വരാം. ബ്ലുമ്മടി ട്രാവൻകൂർ സ്കാൻ. നിങ്ങൾ എത്ര മണിക്ക് വെള്ളം കുടിക്കാൻ തുടങ്ങിയ? ഇവര് ഏതാണ്ട് 8:30 തൊട്ട് വെള്ളം കുടിക്കോട്. ഒരു സമയം 10:30 കഴിഞ്ഞ് ഇപ്പോഴും വെള്ളം കുടിക്കോട്. ഇനി സ്കാനിങ് കൂടെ ഉള്ളു. അതിനുള്ള വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ് മമ്മി അവർകൾ. അത് ഇതിനൊക്കെ എടുത്തില്ലായിരുന്നു, പ്രഗ്നന്റ് ആയിരിക്കുമ്പോ എടുക്കുമല്ലേ? പിന്നെ ആദ്യമായിട്ട് എടുത്തെന്ന് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ ഇറങ്ങി കേട്ടോ. ഇനി അമ്മ പോമോ? നിങ്ങൾ എങ്ങനെയെങ്കിലും മൂത്രമൊഴിക്കാൻ മുട്ടിക്ക് പോവോ? എന്തോ പൊട്ടി തെറിക്കും. ഇനി യൂറിൻ ടെസ്റ്റ് ചെയ്യാന്നിട്ട് മൂത്രം ഒഴിച്ചു. പനിയൊക്കെ എങ്ങനെ ഉണ്ട്? പനിയാ, രാവിലെ ആശുപത്രി പോയി, ഇഞ്ചക്ഷൻ എടുത്തു. കുറവുണ്ടോ? കുഴപ്പമില്ല. പിന്നെ പോയി ഹാപ്പി എടുത്തിട്ട് വന്നു. എന്തരാ ഇത് ചാളെ? ചോറും വെച്ച് തോരനും. നമ്മളവിടുന്ന് വീട്ടോട്ടിന്റെ ഇല കൊണ്ടുവന്നില്ല. ആ തോരൻ വെച്ചല്ലേ? കൊള്ളാവോ? കൊള്ളാം. നമ്മൾ ചീര തോരൻ വയ്ക്കുന്നതാണ്. ചീരത്തോരൻ കണക്ക് തന്നെ ഇരിക്കുന്നല്ലേ? ഇവിടെ അതിന്റെ തണ്ടൊന്നും കിട്ടൂലല്ലേ? പക്ഷെ ഈ സംഭവം പെട്ടെന്ന് വാടി പോകും കേട്ടോ. ഇത് ഇല്ലേ? അത് ചീരത്തോരൻ തന്നെ. വേറൊരു വ്യത്യാസമില്ല. പനി എങ്ങായി പോയി, പനി പിടിച്ചു പോയി. അമ്മയ്ക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. മൊത്തത്തിൽ ക്ഷീണമായിരുന്നു. അതിൽ ഒന്നിലും കേറിയതുമില്ലല്ലേ അമ്മ? കൊറേ നാളായി പനി വന്നെങ്കിൽ ഞാൻ അങ്ങനെ ആശുപത്രി പോകും. ഇന്നെന്തായാലും ഒട്ടും പറ്റത്തില്ല. കാര്യം വെച്ചാൽ ഒരാഴ്ച കൂടുതലായി പനി വന്നിട്ട്.
അപ്പൊ ഡോക്ടർ പറഞ്ഞ് കുറഞ്ഞില്ലെങ്കിൽ വന്ന് ബ്ലഡ് ഇപ്പൊ എനിക്കിത് കാന്താരി ഇട്ട് പൊരിച്ചു തരണം. ചാള ഇപ്പൊ എത്ര രൂപ കിലോ ഇവിടെ എത്ര അല്ല കൂടുതലാ, മീനല്ല. കാന്താരി കുറച്ചുകൊണ്ട് തരാം. കാന്താരി അരച്ചുണ്ടാക്കി. കാന്താരി അരച്ച് ഇട്ടാ മതി. എന്റെ ഷുട്ടുമണി ചെറുക്കനെ ഉറക്കമില്ലായിരുന്നു തോന്നുന്നു. ഭയങ്കര ക്ഷീണമായിരുന്നു വന്നപ്പം. ഇല്ലേ കപ്പിക്കുറ്റ നമുക്ക് ക്ഷീണമല്ലായിരുന്നു പെണ്ണാടും. എൻ്റെ പൊന്നിന് ക്ഷീണമല്ലായിരുന്നു ഇവിടെ വന്നപ്പോൾ. കൈതാ കൈ ഹാൻഡ്. ഇതുപോലെ കുറച്ച് കമാൻഡിങ് കിട്ടും. ഇങ്ങനെയാണ് കൈ ആയിരുന്നു കേട്ടാ. ഹലോ ഇനി തന്നേ കൈതാ. എന്നാ ഇത് തിന്നു. അതും വേണ്ടേ? ഷുട്ടുമണിയാണോ? കേറളയാ ചുമ്മാ കളിക്കാതെ. ഇതിനകത്ത് എന്തൊരു കുഴപ്പം? ഇതിനകത്ത് എന്ത് കുഴപ്പമൊന്നും ഇതുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് ഒരു വെള്ള ടീഷർട്ട് ഇട്ടുകൊണ്ട് പോയിട്ട് തിരിച്ചുകൊണ്ട് വന്നപ്പോൾ ഫുള്ള് പുള്ളി ബാക്കിൽ. ഇല്ല ഇതിനകത്ത് അടിക്കത്തില്ല. ഞാൻ വെള്ളം ഉള്ളടത്ത് പോകത്തില്ല. ഞാൻ വെള്ളം കയറത്തില്ല. നീ പറയും. ഇല്ല ഞാൻ ഓടിക്കും. ഞാൻ കുറെ ദിവസമായി ഓടിച്ചിട്ട്. ഞാനും ഒത്തിരി ദിവസം ഓടിച്ചിട്ട്. ഞാൻ കയറിയാണ്. സമയമില്ല. ചുമ്മാ കളിച്ചോണ്ടിരിക്കില്ല. കയറി ഞാൻ ഓടിക്കാന്ന്. ഞാൻ വെള്ളം ഉള്ളിടത്തൂടെ പോകത്തില്ല. പോരെ? റെയിൻകോട്ട് ഉണ്ടോ? റെയിൻകോട്ടൊന്നും ഇല്ല. മൊത്തം ചെളി പുറ. അച്ഛൻ്റെ അടുത്തോട്ട് പോവാണ് കേട്ടോ നമ്മള്. പെറ്റി വരുമല്ലേ? അപ്പൊ ഹെൽമെറ്റ് വെച്ചോ. ഇല്ല എനിക്ക് വേണ്ട. അവർക്ക് വയ്യ. അവർക്ക് അങ്ങ് വയ്യ. അമ്മ പോയി കിടന്ന് ഉറങ്ങാമ. ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് മേടിച്ചോണ്ട് തരാം. വേണ്ട, ഞാൻ ചോറൊക്കെ കഴിച്ചു മടുത്ത്. ടാറ്റാ. കാണിക്കരുത്. വെള്ളമുള്ള സ്ഥലം നോക്കി. ഹലോ ഗായ്സ്, വി ആർ ഗോയിങ്. ഇതിന്റെ ബാക്കിലത്തെ മൽഗാടില്ല കേട്ടാ, അതുകൊണ്ട് ചെളി തെറിക്കും. അതുകൊണ്ട് ഞാൻ ബാക്കിയിരിക്കാതാ. എന്നിട്ട് ഈ റോഡിലൊക്കെ ഇവിടെയൊക്കെ വെള്ളമാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഇല്ലാത്ത സ്ഥലത്തൂടെ വേണം ഓടിക്കാൻ. ഇനി ഈ ചെളി തെറിക്കും. ഭയങ്കര കൂൾ ക്ലൈമറ്റ് അല്ലേ? സത്യത്തിലേ ഊട്ടിയിൽ മഴയില്ലായിരുന്നു. മഴയും കൂടെ വേണമായിരുന്നു. ഇദ്ദേഹമാണ് ഇവിടുത്തെ മെയിൻ ഡൊമിനർ. സിംഹം, അച്ഛൻ്റെ അടുത്തോട്ട് പോവാം കേട്ടാ. അങ്ങ് എത്തിയിട്ട് വരാം. അങ്ങോട്ട് ചെയ്യാ. ഓ ഫ്രണ്ടി പോവോ? ഇരുന്നളയാ. ഇതുവരെ കയറി കേട്ടോ. ഇവിടുത്തെ കല്ലെല്ലാം അടിച്ചു പോയി. ഫുള്ള് തെറിച്ചു പോയി കല്ലെല്ലാം. അവിടെ ഇരുന്ന് കയറുകളെ ഒന്ന് ഇതാക്കിയ കല്ല് വല്ലതും ഇട്ടാ കയറും. ഇതിന്റെ ഇടയിൽ മൊത്തം ചള്ള. ബൈക്ക് ഇവിടെ കയറ്റിയിരിപ്പുണ്ട്. അവിടെ സ്റ്റക്കായി. ഇത് എളുപ്പ വഴിയായിരുന്നു. ഇത് വീടിനാന്ന് തോന്നുന്നല്ലേ? വീടിനാണോ? ഓ, ഇവർക്ക് വഴിയില്ലല്ലേ? ഓ, അപ്പുറത്തൂടെ വഴിയുണ്ടല്ലേ വേറെ? ഇത് പെയിന്റ് അടിച്ചല്ലേ? ഇവിടെ മൊത്തം ഒരഞ്ഞാ പെയിന്റ് പോയി. നശിപ്പിച്ചിട്ടല്ലേ നമ്മൾ ഇതുകൊണ്ടാ ജീവിക്കുന്നത് കേട്ടാ. അത് മനസ്സിൽ വെച്ചിട്ട് വേണം ഇയാൾ ഓട്ടിക്കാൻ. പണി ചെയ്യുമ്പോ എന്റെ സീറ്റ് ഇവിടെ, ജോലിക്കൊക്കെ പോകുമ്പോ അച്ഛൻ്റെ ഇവിടെ ഞാൻ ഇവിടെ ഇരിക്കും. ഇതിന്റെ കംഫർട്ടബിളാ. കുണ്ടി ഇവിടെ വെച്ചാ സെറ്റ് ആയിട്ടിരിക്കും. ഇവിടെ ഇരിക്കാം. കൈ ഇവിടെ പിടിച്ചാൽ മതി ഇങ്ങനെ. ഇത് അതിലേക്ക് 4 മസിലാണ്. ഇത് നോക്കണം കേട്ടോ. അതിങ്ങനെ പണ്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് സ്കൂള് പൊളിച്ചളയെന്നൊക്കെ ചോദിക്കുമായിരുന്നു. JCB കൊണ്ടുവന്ന്. ഞാൻ ഇപ്പൊ ഇരിക്കുന്ന എയറിലാണ്. രസാ.
ഈ വണ്ടി ഇനി ഞാൻ എങ്ങനെ എടുക്കുന്നതാണ്. ഒരു കല്ലെന്തേലും ഇതിന്റെ ഇട ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ കിളച്ച് മറിച്ച് കല്ലളായി പോയി അവിടുത്തെ. ആളെയൊന്ന് പിടിച്ച കളിയാ പോണു. അച്ഛൻ പൊക്കും. അച്ഛൻ ഓടിക്കുന്ന അച്ഛൻ അന്നത്തോടെ നിർത്തിയതാട്ടാ പരിപാടി. പക്ഷെ അന്ന് ഓടിച്ചോളൂ. പയ്യെ കറക്കണം കേട്ടാ. എടുക്കട്ടാ. ദേഹത്തെ വന്നു. ഓക്കെ ബൈ. ഇല്ല ഓട് ഓട്. ഇത് വീട് വരത്ത്. ആ പെട്രോൾ കയറുന്നു കേട്ടോ. എണ്ണ കയറുന്നു. അച്ഛൻ തോരുന്നു. അച്ഛൻ വരുന്നു. വാട്ട് എ ടൈമിങ്. പെട്രോള് കയറുന്നു. മിസ്സിങ് ഭയങ്കര. 100 രൂപയ്ക്ക് അടിച്ചായിരുന്നു. പക്ഷേ ഇല്ല മറ്റേ ഡയലോഗ് ഇല്ലേ, കഴിഞ്ഞ ആഴ്ച 30 രൂപയ്ക്ക് അടിച്ചാന്നല്ലേ, അതില്ലേ കുലുങ്ങുന്നില്ല ചാ. അത് ഇറക്കത്ത് ഓടുന്നത് ഇറക്കുമല്ലേ ഇനി അങ്ങോട്ട് തള്ളിയാലാ ജസ്റ്റ്. അച്ഛൻ്റെ ബൈക്ക് നൂറ്റാ ഇച്ചിരി. ഇപ്പൊ പമ്പിൽ പെട്രോൾ തരത്തില്ല കേട്ടോ. അതിനുകൊണ്ട് അച്ഛൻ്റെ വണ്ടി നൂറ്റ. നമ്മളെ നല്ല ബെസ്റ്റ് ടൈമാ. ഞാൻ പറഞ്ഞോ ഇല്ലേ. അല്ലടിയാ വീട്ടിൽ വെച്ച് കുലിക്കപ്പം ഉണ്ടായിരുന്നു. സത്യമായിട്ടും ഉണ്ടായിരുന്നു കുലിക്കപ്പം. കൊടുത്തേ. ഇത് വെച്ച് തിന്നിട്ട് അച്ഛൻ പേടിയാണോ അല്ലേ? ഇത് മതി കേട്ടോ. ഇത് വീട് വരത്ത ഇത് മതി. കുഴപ്പമില്ല. ഇത് ഒരാഴ്ച കൂടെ ഉള്ളുണ്ട്. ഞാൻ ഒഴിക്കാം. ചുമ്മാ ഇത് കളയല്ലേ. ഒന്നാകെ ആകെ ഇച്ചിരി ഉള്ളു പെട്രോള്. പിടിച്ചേ. പൊരിച്ച അമ്മ അത് എന്തേ കാന്താരി ഇട്ട് പൊരിച്ചത്. ഏതാ എല്ലാം കാന്താരി ഇട്ടാ പൊരിച്ചത്. അതെന്റെ കാന്താരി കിടപ്പുണ്ട്. അന്തര സാധനം അറിയാമോ? അത് ബീറ്റ്റൂട്ടിന്റെ ഇല. ഇല ഇല. അത് നമ്മളെ തീരത്തോര കണക്ക് തന്നെ. അതെന്റെ സെയിം ടേസ്റ്റാ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ സാധനം. ഇതിങ്ങനെ കൊണ്ട് എടുക്കാം. ചോറ്, ചമ്മന്തി, തോരൻ, ചൂര പൊരിച്ചത്, തൈര്, മീൻകറി. 1 മണി 2 മണിയായപ്പോൾ ഒരുത്തൻ എൻ്റെ റൂമിൽ കയറി വന്ന് ഉറങ്ങാൻ സമ്മതിക്കാതെ. എന്തിനു ചിലപ്പായിരുന്നു അറിയോ? മൊത്തം കൂടെ ഓട്ടമായിരുന്നു. കൊടുത്താൻ വിട്ടിട്ടുണ്ട്. വേണ്ട തിന്ന് മൊത്തം 3 പീസ് ഉണ്ടായിരുന്നു കേട്ടാ. 1 പീസ് തിന്നിട്ട് എവിടെ കിടപ്പുണ്ട്. ആ അലമാരന്റെ സൈഡിൽ നിന്ന് ഒരുത്തൻ പുറത്ത് ഇനി എന്തോ കള്ളന്മാര് വല്ലതും നടക്കുന്നോ. ഇത് ഇടയ്ക്കിടയ്ക്കില്ല അനങ്ങു. ഞാൻ ഇങ്ങനെ വിചാരിക്കും ഇത് കള്ളന്മാരങ്ങനെ പുറത്തേക്കുന്ന. ഒരു മുട്ടയില് വെട്ടടിച്ചപ്പോ കണ്ണിരുന്ന് തിളങ്ങുന്നു. ഹാപ്പി. എന്തായാലും ക്ഷണിക്കാത്ത അതിഥിയെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. തേങ്ങാപ്പുളി കൊടുത്ത്. ഇനി ഒരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി കല്യാണത്തിന് പോണം. അതാണ് ഇന്നത്തെ പരിപാടി. റെഡിയാവാം ഗൈസ്. റെഡി ആയിട്ട് കല്യാണത്തിന് പോവാം. ഹേ ഗൈസ്, സമയം അയ്യോ ഇത് ഓടുന്നില്ല. സമയത്തിനായി 12 മണിയായിട്ടോ. നമ്മൾ എവിടെ പോയാലും താമസിച്ചു. പ്രത്യേകിച്ച് ഇവന്റെ കൂടെ ഞാൻ എവിടെ പോന്നോ താമസിച്ചേ ഞാൻ പോകത്തുള്ളൂ. അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയത്തില്ല. അല്ലാത്ത പുള്ളി നിന്റെ കല്യാണത്തിന് എന്റെ കൂടെ വരണം. അളിയന്റെ കല്യാണത്തിന് ഞാൻ പോകും കൂടെ. അന്ന് നമ്മൾ താമസിച്ചേ പോകും. ഞാൻ നിന്നെ വിളിക്കത്തില്ല. പക്ഷെ ഉണ്ടല്ലോ അളിയ, അളി ഇല്ലാത്ത സമയത്തെ ഞാൻ കറക്റ്റ് സമയത്ത് എല്ലായിടത്തും പോകും. കൃത്യ സമയത്ത് ഞാൻ പോകും. എന്റെ അമ്മയും ബാക്കി ഇരിപ്പുണ്ട്. അമ്മ സാരിയെ കൊടുത്ത് കല്യാണം വൈകാണ്. ഇന്ന് നമ്മൾ താമസിച്ച് 12 മണിക്ക് കല്യാണമാണ്. ഇപ്പൊ വേണ്ട എത്ര 12:10 12:30 ആ സമയത്ത് എത്തും കേട്ടോ. നമ്മള് ചിലപ്പോ വീട്ടിൽ പോയിട്ട് വലിയ തപ്പി പിടിച്ച് സംസ്കരിക്കണം കേട്ടോ. സംസ്കരിക്കണം. വീണില്ലെന്ന്. എന്നാ നിങ്ങളൊന്ന് ഓടിക്ക്. വാച്ചൊക്കെ ടൈറ്റ് ചെയ്യണ്ടായിരുന്നു കേട്ടോ. വാച്ചെല്ലാം ടൈറ്റ് ചെയ്ത്. സിഗ്നൽ വേണോ? എല്ല് എടേ
ഗൈസ് പുതിയ വാച്ചാണ്. എങ്ങനെയുണ്ട്? ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. ഇതുവരെ ടൈറ്റ് ചെയ്തില്ലായിരുന്നു ഞാൻ. ഇല്ലല്ലേ? എനിക്കായിരുന്നു. ഇല്ല, തരത്തില്ല. ഓക്കെ ഗൈസ്, അങ്ങ് എത്തിയിട്ട് വരാൻ കേട്ടോ. ചെറിയ കൊണ്ടല്ലേ പച്ച കളറളിയാ അതിന്. സമയം താമസിച്ച ചേട്ടാ, നമ്മൾ ലേറ്റായി. കല്യാണം ആയില്ലേ? ഇത് വടമൺ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമാണ്. അതെ. അവിടെ ഇട്. എന്റെ കമ്മലൊക്കെ കണ്ട. ഇതാര് അമ്മ പഠിച്ചോണ്ടെന്നാ ഗൾഫിൽ നിന്നപ്പോ? അപ്പച്ചയാ? നിങ്ങൾ കമ്മലൊക്കെ പഠിച്ചു കൊടുത്തിരുന്നാ? എടി ഇവര് അവിടെ ഇരുന്ന് ഉറങ്ങിയടി. ഞാൻ രാവിലെ എണീറ്റാണ് പോവാനായിട്ട്. അത് താമസിച്ച കഴിഞ്ഞ കല്യാണമൊക്കെ കഴിഞ്ഞ കേട്ടാ. ചെറിയ കല്യാണമാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ ചെറിയ കുറച്ച് ഫാമിലി മാത്രമായിട്ടുള്ള കുഞ്ഞു കല്യാണം. ശരിക്കും മീനുണ്ടോ കേട്ടോ? മറ്റേ കരിമീനാന്ന് തോന്നുന്നത്. അളിയ ആരില്ലേ തിന്നുന്നത്? വേറെ ഒന്നും ഇല്ല കേട്ടോ തിന്നെ. മാമി എന്തോട്ട് വിശേഷം? നമ്മളെല്ലാരും കൂടുന്ന കല്യാണത്തിനൊക്കെ അല്ലേ? പാല് കാച്ച്. പക്ഷെ അടുത്തുനിന്ന് എടുക്കരുത്. പ്രദീപാ? എന്റെ അച്ഛനെ പ്രദീപ് എന്ന് വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതായോ? എന്റെ അച്ഛനെ പ്രദീപ് എന്ന്. റെസ്പെക്ട്. മിസ്റ്റർ ഇതൊക്കെ ചേർക്കണം. അതെ, എല്ലാരും ചോദിക്കണം. മാമ വ്ളോഗിലുണ്ട്. ഏതൊക്കെയോ എന്റെ ബർത്ത്ഡേ വ്ളോഗിലോ എവിടെയോ ഉണ്ട് മാമൻ. ഇതാണ് അനുവിന്റെ അച്ഛൻ. നമ്മളെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്ന കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ കറി. ചമ്മന്തി ഉണ്ട്, കാളം കറിയുണ്ട്, പയറുതോരൻ, ഇതെന്തരാ ഇതും ഒരു തോരൻ, പച്ചടി, കിച്ചടി സാധനങ്ങൾ, അവിയൽ, അച്ചാറ്. ഇത്രേ ഉള്ളോ? അളി എനിക്ക് ഇച്ചിരി ഇട്ടുള്ളൂ ചോറ്. സോ സാഡ്. അളി കുളം കുത്തിയാ? പരിപ്പടി കഴിക്കാറില്ല. കൊള്ളാലോ. ആദ്യമായിട്ട് ബിന്ദുവിന് ഓർഡറൊക്കെ വരുന്നത്. തുണിയാ? ഇവര് ഓർഡറൊക്കെ ചെയ്ത എത്ര? ഇവർക്കുള്ള തന്നെ. ആ ഇത് തന്നെ. ഇവർക്ക് ഓർഡർ ചെയ്യാൻ അറിഞ്ഞൂടല്ലേ? ആ അത് പരിചയമില്ലാത്തൊരു പേര് പറഞ്ഞത് ബിന്ദു. ബിന്ദു ഓർഡർ ചെയ്തത്. എന്തിനാ നോക്കിന്ന് ഓർമ്മയില്ലേ? എത്രയായോ? രണ്ടെണ്ണമായിരുന്നു ഓർഡർ ചെയ്തത്. ഞാൻ ഒന്നിലായിരുന്നു. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഷൂവാ? നിങ്ങള് ടി വി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കല്ലേ കേട്ടാ. ടി വി, ഫ്രിഡ്ജ് എങ്ങനത്തെ ഒന്നും എടുത്ത് സെർച്ച് ചെയ്ത് നോക്കല്ലേ. എന്നാലും എടുത്ത് നോക്കിയതല്ലേ. നിങ്ങൾ എന്റെ അടുത്ത് പറയാത്തത് ഒറ്റയ്ക്ക് എടുത്ത് വെച്ച് തപ്പി. മറ്റേ പോളിസ്റ്ററിന്റെ തുണിയാ. കൊച്ചുകിട പള്ള ഉടുപ്പ് മേടിച്ച് വെച്ചിട്ട് ഇത് നിങ്ങൾക്ക് വരുവാവോ? നിങ്ങൾ വേറൊന്നും കയറി നോക്കല്ലേ. ഫോണോ അങ്ങനത്തെ ഒന്നും കയറി സെർച്ച് ചെയ്ത് നിങ്ങളൊന്നും ചെയ്യണ്ട. ചിരിക്കാക്ക് പോട്ടല്ലേ ദൈവമേ. കുഴപ്പമില്ല, ലാഭമുണ്ട്. 500 രൂപയ്ക്ക് 2 എണ്ണം കിട്ടിയില്ലേ? കൊള്ളാമെങ്കിൽ ഇത് കൊള്ളാമ.